നൽകിയത്. നമുക്കിനി വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ നിന്നും CV അനുമോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുമോദ്, എന്തായാലും വയനാടിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം കഴിഞ്ഞ ദിവസമാണ് പൂർണ്ണമായത്. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി K സുരേന്ദ്രനെ NDA പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് സുരേന്ദ്രൻ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് വയനാട് സുരേന്ദ്രനെ സ്വീകരിക്കുക? BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ രംഗത്തിറക്കി രാഹുൽ ഗാന്ധിയെ നേരിടാനാണ് NDAയുടെ തീരുമാനം. അശ്വതി, NDA ക്യാമ്പിന് സുരേന്ദ്രന്റെ കടന്നുവരവ് വയനാട്ടിലൊരു വലിയ ഊർജ്ജമാണ് NDAക്ക് നൽകുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു എന്നത് ദേശീയ തലത്തിൽ തന്നെ NDA സംബന്ധിച്ച് വളരെ അഭിമാന പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും മണ്ഡലത്തെ ഇളക്കി മറിക്കുന്ന പ്രചരണത്തിനാണ് NDA തുടക്കമിടാൻ പോകുന്നത്. ഇന്ന് ഉച്ചയോടെ സുരേന്ദ്രൻ വയനാട്ടിലെത്തും. ലക്കിടിയിൽ ആണ് ആദ്യം എത്തുക. അദ്ദേഹം അവിടെ കരിന്തണ്ടൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അദ്ദേഹം വയനാട്ടിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയാണ്. ഇത് കൽപ്പറ്റ മുതൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടക്കും. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങളാണ്, 3 ജില്ലകളിലായി കിടക്കുന്ന 7 മണ്ഡലങ്ങളാണ്. ഓരോ മണ്ഡലങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ പ്രചരണം കടന്നു വരും. കഴിഞ്ഞ തവണ നേടിയത് വളരെ നാമമാത്രമായ വോട്ടുകൾ, ഏകദേശം 7% വോട്ടുകൾ മാത്രമാണ് NDAക്ക് കഴിഞ്ഞ തവണ വയനാട്ടിൽ നേടാൻ സാധിച്ചത്. അത് അഭിമാനകരമായ തരത്തിലേക്ക് ഉയർത്തുക, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു കനത്ത വെല്ലുവിളി തീർക്കുക എന്നുള്ള ലക്ഷ്യമാണ് സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലുള്ളത്. നമുക്കറിയാം 4 ലക്ഷത്തിലധികം 4.4 ലക്ഷത്തോളം ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത്. അതിൻ്റെ പകുതിയായി കുറഞ്ഞാൽ പോലും BJPക്കും അതുപോലെ ഇടതുപക്ഷത്തിനും CPIക്കും ഒരു അഭിമാനകരമായ പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസം നൽകുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് വയനാട്ടിൽ NDAയുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവുക. ഇടതുപക്ഷം നിലവിൽ തന്നെ ആനിരാജ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. രണ്ടാം ഘട്ട പര്യടനത്തിലാണ് ആനിരാജ ഉള്ളത്. ഇന്ന് അവർ ഏറനാട്ടിലാണ് ഉള്ളത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഈ അടുത്ത മാസം 2-ാം തീയതിയും 3-ാം തീയതിയും കടന്നെത്തുള്ളൂ വയനാട്ടിലേക്ക് എന്നാണ് അറിയുന്നത്. പക്ഷേ മണ്ഡലത്തിൽ UDF പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇതിനോടകം തന്നെ പഞ്ചായത്ത് തലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുൻ മന്ത്രിയായ വണ്ടൂർ MLA AP അനിൽകുമാറാണ് ഈ വയനാട്ടിലെ UDFന്റെ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. സജീവമായിട്ട് തന്നെ UDFന്റെ പ്രചരണവും വയനാട്ടിൽ പുരോഗമിക്കുകയാണ്. എന്താണെങ്കിലും സുരേന്ദ്രന്റെ കടന്നുവരവോടുകൂടി BJPയെ സംബന്ധിച്ച് ദേശീയ നേതാക്കൾ വരെ പ്രചരണത്തിനെത്താൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി വയനാട് മാറിക്കഴിഞ്ഞു. ശരി, CV അനുമോദാണ് വയനാടിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മളിലേക്ക് എത്തിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള